അങ്ങയുടെ കൃപയാൽ മകളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം നൽകി മകളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിബിയെയും ഇന്നൊരു ദിവസം വിവാഹോദ്ധാനത്തിലേക്ക് കടന്നു വരുന്ന ലിബിയെയും ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യവും നൽകി അവർ വിമോചനത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂരിവാണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉൾപ്പെടാവുന്നു, അങ്ങയുടെ ദുർബലമായ ഈശോയുടെ പുടനാവുന്നു. പിതാവിനും പുത്രനും trying to find my way on winding roads and paths that I have made, wandering so far from grace. I'd given up on things that I believed. My hopes and dreams were buried in the sea, but you were there calling out to me. Life will rise, death will die. Your love is mine, your love is mine. Stains washed white, you paid the price. Your love is mine, your love is mine. Your love is mine, your love is mine. I once was lost and burdened by my shame, but you took the cross and suffered in my place. You rescued me, I belong to you. Life will rise, death will die. Your love is mine, your love is mine. Stains washed white, you paid the price. Your love is mine, your love is mine. I called your name, you looked my way, you looked my way. I called your name, you looked my way.
നിറഞ്ഞ കൈയോട് കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടുപേരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആണ്, കുടുംബാംഗമാണ്, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ബേബി ജോർജ് ഒപ്പം സൂസി ബേബി രണ്ടുപേരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എബിയുടെ പപ്പയമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ദിലീപിന്റെ ബാബു ആൻഡ് സുധി സുന്ദരൻ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആൻഡ്രേഡ് ജോസ്ന നഴ്സാണ്. ഭൂമിയിലെ ബാലാഖ എന്നാണ് നഴ്സുമാർ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ എബിയുടെ ജീവിതത്തിലെ ബാലാഖ ആൻഡി ദേവോട് നിങ്ങൾ ചേർത്ത് വയ്ക്കാൻ പോകുന്നതാണ് കേട്ടോ. ആ ഒരു ഭാഗമാണ് സ്വദേശി സെബാസ്റ്റ്യൻ Air Force officer, Shani Sebastian, സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചോളെ, കൈകൾ ചേർത്ത് പിടിച്ചോളെ, രണ്ടുപേരും സ്റ്റേജിലേക്ക് വരിക. യെസ്, രണ്ടുപേരും സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ഒരു വേദിയിലേക്ക് ജോർജ് വർഗീസ് അവരുടെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർക്കിടെക്റ്റാണ്. അങ്ങനെ ഇവരെല്ലാവരും ഈ ഒരു സ്റ്റേജിൽ ഈ നിമിഷം ഇവിടെ ഉള്ളപ്പോൾ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഒരുപാട് ഇഷ്ടമുള്ള ഫാമിലി, ഒപ്പം തന്നെ അച്ഛനെ ഒരുപാട് ഇഷ്ടമുള്ള കുടുംബം. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രീ സി പി പോൾ. നമ്മൾ ഭാരതത്തിന്റെ ഉദ്ദേശമൊക്കെ അറിയിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ അച്ഛനൊരു ബ്ലെസ്സിങ്ങിലേക്കാണ് പോകുന്നത്. നമ്മൾ വളരെ സന്തോഷകരമായി ഒരു സംഗീതത്തിൻ്റെ നടുവിലായിരുന്നു. ആൻഡ് വളരെ മനോഹരമായിട്ട് ഈ ഏരിയയെ ജോയ്ഫുള്ളാക്കി അതിന് സന്തോഷത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു ദൈവത്തിൻ്റെ കരവേല അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അനാദിയിൽ തന്നെ ദൈവം കണ്ടെത്തിയ ഏക കാര്യമാണ് മനുഷ്യനെ ഒന്നിനും കൊള്ളത്തില്ല എന്നാണ്. അത് പറയുമ്പോഴോ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എല്ലാം നന്നായിരിക്കുമെന്ന് കണ്ടു. എന്നാൽ ഒരു കാര്യം മാത്രം കുറവുള്ളതുമായി കണ്ടു, മനുഷ്യൻ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ഒരു ഉത്തരം വിളിച്ചു. രണ്ടാമത്, ഇന്ന് ലോകം മുഴുവൻ എല്ലാം കീഴടക്കി, ശൂന്യാകാശം കീഴടക്കി, സർവ്വതും കീഴടക്കി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദൈവം അനാദിയിൽ തന്നെ മനുഷ്യൻ്റെ ഒരു കഴിവുകളും വെളിപ്പെടുത്തി. എന്താണ്? ഏകനായിരുന്നു നന്നല്ല, എന്നാൽ അവനൊരു തുണയായി നൽകാമെന്ന് കരുതി ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവ സൃഷ്ടിജാലങ്ങളെയും കൊണ്ടുവന്ന് മുന്നിൽ കൊടുത്തു. എന്നിട്ട് അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നതാണ്, അവന് ഇണങ്ങിയ ഒരു സഖിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ രണ്ട് കാര്യങ്ങളോടുകൂടിയാണ് വചനത്തിൻ്റെ ആദ്യ ആരംഭം കാണുന്നതെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണമാണ് ഈ വചനത്തിലും ഇന്ന് സമൂഹത്തിലൊക്കെ ഉള്ളത്. ഏകത്വം ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ഗുണം നൽകുന്ന ദൈവം തന്നെ ഇടപെട്ട് പരിഹാരം നൽകി. ആ പരിഹാരം ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ എബിനും ആനന്ദയും. തീർച്ചയായും നിങ്ങളോട്
ദൈവം വിചാരിക്കുന്നത് ഒന്നും നടക്കത്തില്ല, ഒന്നും നിശ്ചയിക്കത്തില്ല, ഒന്നും പൂർത്തിയാക്കാൻ സാധ്യമല്ല. പലതും ഇന്ന് മനുഷ്യൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പൂർത്തിയാക്കാനും ഫേസ്ബുക്കും വാട്സപ്പും വഴിയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ചെന്ന് എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ഞാൻ ഈ സമയത്തിൻ്റെ വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, കൂടിയിരിക്കുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ എന്നും പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു മഹാ രഹസ്യം, വലിയൊരു രഹസ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവം നിശ്ചയിച്ച ഒരു അത്ഭുതം ഇവിടെ പൂർത്തീകരിക്കുന്നത് കാണുവാൻ വേണ്ടിയാണ്. കൺസെന്റ് മേക്സ് ദ മാരേജ്. നമ്മൾ വിവാഹത്തിൻ്റെ പല പല പഠനങ്ങൾ നടത്തുമ്പോൾ കൺസെന്റ് മേക്സ് ദ മാരേജ്, മനസ്സിൻ്റെ ഐക്യമാണ് വിവാഹം എന്നത് ഇംഗ്ലീഷിൽ പലവിധമായി പ്രതിച്ചേർന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഇംഗ്ലീഷിൽ മനോഹരമായ ഈ വാക്യങ്ങളുണ്ട്. The bread we eat together is more than bread. The song is sang together. അല്ലേ, നമ്മൾ ഒരുമിച്ച് പാടിയപ്പോൾ ആ പാട്ട് മനോഹരമായിരുന്നു. The song we sing together is more than a song. പ്രിയ എവൻ, പ്രിയ ആൻഡ് the bread you are going to eat each other together is more than a bread. The song you are going to sing together is more than a song. That is the life you are going to be with. അതാണ് ദൈവം വിളിച്ചത്, ഒരുമിച്ച് ആയിരിക്കുക. ഈ ഒരുമിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് സൂത്രവാക്യങ്ങൾ നമ്മൾ ആ പാഠങ്ങൾ പഠിക്കാതെ പോകുന്നതാണ്. ആ പാഠങ്ങളെ ഗ്രഹപാഠം ചെയ്യാതെ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് വിവാഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തിയറികൾ, അതുപോലെ പഠനങ്ങളൊക്കെ പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് പറയുന്നു. പ്രിയ ദമ്പതിമാരെ, പ്രിയ ഭർത്താക്കന്മാരെ, പരസ്പരം എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന ചിന്തയിൽ ജീവിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസ് വളരെ മാതൃക നമുക്ക് നൽകുന്നുണ്ട്. മണവാളനായ ക്രിസ്തു മണവാട്ടിയായ തിരുസഭയ്ക്ക് വേണ്ടി എപ്രകാരം ജീവിതം സമർപ്പിച്ചു, രക്തമുയർന്ന് ഗസ്തോട്ടത്തിൽ പ്രാർത്ഥിച്ച് ജീവിതം സമർപ്പിച്ചു. അതുപോലെ പ്രിയ മണവാളന്മാരെ, നിങ്ങളും നിങ്ങളുടെ ഭക്തകാരന്മാർക്ക് വേണ്ടി സമർപ്പിക്കും. മണവാട്ടിയായ തിരുസഭ എപ്രകാരം മണവാളനായ ക്രിസ്തുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നു, അതുപോലെ പ്രിയ ഭാര്യമാരെ, നിങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ യേശു തന്നെ തൻ്റെ ജീവിതം മാതൃകയായി നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമുക്കൊക്കെ യേശു തന്നെ നമുക്ക് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഏതൻ തോട്ടമാണ്. ഏതൻ തോട്ടത്തെക്കുറിച്ച് ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ നല്ലതായ രണ്ട് വ്യക്തികളെ വരയ്ക്കും. പൂന്തോട്ടം, പൂക്കൾ, ഒരുപാട് പഴങ്ങൾ, ഇങ്ങനെയുള്ളൊരു ഏതൻ തോട്ടത്തെക്കുറിച്ചാണ്. അതാണ് കുടുംബജീവിതത്തെ സംബന്ധിക്കുന്നത്. ഇന്നത്തെ ചലച്ചിത്രങ്ങളും ഇന്നത്തെ സീരിയലും ഒക്കെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ തെറ്റിയിരിക്കുന്നു. ജീവിതം ഗെത്സമനി തോട്ടമാണ്. ഗെത്സമനി തോട്ടം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു യേശു രക്തം ഉയർന്ന് പ്രാർത്ഥിച്ച് മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതുപോലെ മണവാട്ടിയെ തിരുസഭയാണ്. ഒരു വ്യക്തിയും സഹായമില്ല. കൂട്ടുകാരെല്ലാം ഓടി ഒളിച്ചു, സ്നേഹിതരെല്ലാം വിട്ടുപോയി. മുമ്പിൽ കുരിശും പട്ടാളവും കുന്തവും മുൾക്കിലും മാത്രമാണ്. ഇതാണ് ജീവിതം എന്ന് തിരിച്ചറിയുമ്പോൾ you are going to sing together, you are going to eat together. That cause is more than cause. അപ്പോൾ ആ കുരിശുകളെല്ലാം കുരിശിനേക്കാൾ വലിയ പൂച്ചകളായി മാറും. ആ മുൾക്കിലും അതിനേക്കാൾ വലിയ കിരീടമായി മാറും. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ കഴിഞ്ഞിടയിൽ വളരെ മനോഹരമായ ഇംഗ്ലീഷ് പാട്ട് കേട്ടു. When you call on me, ചിലപ്പോൾ അത് വളരെ നല്ല രീതിയിൽ when you call on me, I heard me. When you call on me, when I hear your breathing, നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെ ശ്വാസം കേൾക്കുന്നു. Then I get wings to fly. എനിക്ക് പറക്കുവാൻ ചിറകുകൾ ലഭിക്കുന്നു. That I feel that I am alive. തീർച്ചയായും നിങ്ങളുടെ തീർച്ചയായും ആത്മീയ എന്ന് വിളിക്കുമ്പോൾ ആത്മീയ ചെയ്യുന്നു. എവിടെ ബ്രീതിങ് ശ്വാസം കേൾക്കുന്നു. അപ്പോൾ ആത്മീയതയ്ക്ക് പറക്കുവാനുള്ള ചിറകുകൾ ലഭിക്കുന്നു. ആ പറക്കുവാനുള്ള ചിറക് ലഭിക്കുമ്പോഴാണ് ആത്മീയതയ്ക്ക് ചെയ്യുന്നത് I am alive. The same one is happening to everyone. എവിനെ വിളിക്കുമ്പോൾ എവിൻ്റെ ശ്വാസം കേൾക്കുന്നു. തീർച്ചയായും എവിന് പറക്കുവാൻ ചിറകുകൾ ലഭിക്കുന്നു. ആ ചിറകുകൾ പറക്കുമ്പോഴാണ് ഞാൻ ജീവിക്കുന്നു. ഇന്ന് വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. നമ്മൾ ജീവിതം ജീവിക്കുന്നില്ല. അവിടെയാണ് എനിക്ക് പ്രകൃതിയോട് വളരെ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മുടെ ജീവിതമൊക്കെ എന്തിനാണ്? 90% ജീവിതം എന്താണ്? 90% ജീവിതത്തിൽ നമ്മുടെ ജനങ്ങളുടെ 90% എന്താണ് ചെയ്യുന്നത്? അവരെന്തുകൊണ്ട് ഇവരെന്തുകൊണ്ട് അതെന്തായാലും ഇതെന്തായാലും നമ്മൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സമർപ്പിക്കുവാനും നമുക്ക് ജീവിതത്തെ അനുസരിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇന്ന് വെളിപ്പെടുത്തിക്കുന്നത്. എവിടെയും ആന്മയും വെളിപ്പെടുത്തിക്കുന്നത്. മറ്റുള്ളവർ എന്ന് പറയുന്നത് ദൈവത്തിന് ഭാഗ്യ ദൈവം നൽകിയ ജീവിതം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം നൽകിയ ദൈവാനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുന്നത്. അവിടെയാണ് യേശു നമുക്കറിയാമല്ലോ കാനായിലെ കല്യാണത്തിൽ സന്നിഹിതനായിരുന്നു. യേശുവിൻ്റെ കല്യാണം എന്ന് നമുക്കറിയാമല്ലോ കാനായിലും അത്ഭുതമായി വീഞ്ഞ് വർദ്ധിപ്പിച്ചു. ആദ്യത്തെ അത്ഭുതമാണ്. ഈ ആദ്യത്തെ അത്ഭുതം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ അത്ഭുതം നമ്മൾ ഓരോരുത്തരും നടപ്പാക്കണം. ഈ ഓരോരുത്തരും ജീവിക്കണം, നടപ്പാക്കണം. നമുക്കറിയാം വീഞ്ഞെന്ന് പറയുന്നത് നമുക്ക് വീഞ്ഞ് നൽകപ്പെടുന്നതാണ്. അപ്പോൾ വീഞ്ഞുണ്ടാകും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമാണ് യഹൂദമായ വീഞ്ഞ്. ഇത് കുറഞ്ഞു പോയി ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നഷ്ടപ്പെടും. അവിടെ ആർക്ക് മാത്രമേ പരിഹരിക്കാൻ സാധിച്ചു? യേശുവിന് മാത്രമേ പരിഹരിക്കാൻ സാധിച്ചുള്ളൂ. അമ്മയായ മാതാവ് അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് നിരുന്നുപോയി. തീർച്ചയായും പ്രിയ ആൻമേ, നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ യേശുവിനോട് പറയാൻ സാധിക്കും. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് കുറവുണ്ട്. പരിശുദ്ധ അത് ഏറ്റുപറയും. അപ്പോൾ തീർച്ചയായും മേൽക്കരമായ വീഞ്ഞ്, ഒരിക്കലും ആർക്കും നൽകാൻ തരാൻ സാധിക്കാത്ത വീഞ്ഞ് അവർക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായും യേശുവും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ അപ്പനും അമ്മയും ഈ സമൂഹത്തെ ഈ സത്യവും ഈ ഗാനങ്ങളെയും ഒക്കെ തന്നതിനേക്കാൾ മേൽക്കരമായ സന്തോഷവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ തോബിയാസിന്റെ പുസ്തകത്തിൽ തോബിയാസ് തൻ്റെ ഭാര്യയെ സ്വീകരിക്കുമ്പോൾ പറയുന്ന മനോഹരമായ വചനമുണ്ട്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതും സ്വീകരിക്കുന്നതും ആശ്രയിക്കുന്നതും ജൈവികമായ മോഹമല്ല, സാമ്പത്തികമായ നേട്ടമല്ല, പിന്നെയും നിർമ്മലമായ സ്നേഹത്തിന് വേണ്ടിയാണ്. ഇന്ന് വിവാഹ കോളത്തിൽ വാഗ്ദാനങ്ങളും വാക്കുകളും അതുപോലെ ഏറ്റുപറച്ചിലൊക്കെ നടക്കുമ്പോൾ എവിടെയും ആന്മീയം പറയാൻ സാധിക്കണം. ഞാൻ നിന്നെ സ്വീകരിക്കുന്നത് നിർമ്മലമായ സ്നേഹത്തിന് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കണം. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇതൊക്കെയാണ് എൻ്റെ ഫാൻസ്. ആ കൂട്ടത്തിൽ ഒരാളാണ് പാർവതി മോഹൻ. പാർവതി മോഹനുമായിട്ട് വേറെ വളരെ സുന്ദരിയുമായിട്ട് വലിയ ഫാൻ അല്ലേ? ബട്ട് പാർവതി മോഹൻ കേരളത്തിൽ
ഒരാൾക്ക് ഒരു സാന്നിധ്യമുള്ള ജീവിതത്തിൽ പാർവതിയോടെ ലോക സുന്ദരി പട്ടത്തിൽ 2ാം സ്ഥാനം നേടി കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് അമ്പലങ്ങളും ദേവാലയങ്ങളൊക്കെ നടന്ന് കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ചാനലുകളെ പത്രക്കാരൊക്കെ പോയി ചോദിച്ചു, എന്തിനാണ് ഇത്രമാത്രം അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും നേർച്ചയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാർവതി മനോഹരമായൊരു മനോഹരമായ ജീവിതത്തിൽ സൗന്ദര്യമുണ്ടാകാം, സമ്പത്തുണ്ടാകാം, സുഹൃത്തുക്കളുണ്ടാകാം, നേട്ടങ്ങളുണ്ടാകാം, സുരക്ഷിതമുണ്ടാകാം. എന്നാൽ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഇവിടെ കൂടുന്നത് എവിടെയും ആത്മീയതയും വിവാഹ വാഗ്ദാന ചടങ്ങിന് വേണ്ടിയാണ്. 2 മനോഹരമായ പാരമ്പര്യ കുടുംബങ്ങൾ, സെബാസ്റ്റ്യൻ അയ്യോയും വെരിവൻ, അതുപോലെ തന്നെ മിസിസ് സെബാസ്റ്റ്യൻ. തീർച്ചയായും ഇടവകയുമായും ഈ ദൈവജനവുമായും ഈ സമൂഹമായും വളരെ പാരമ്പര്യ വിശ്വാസം കാത്തുപാലിച്ച് എല്ലാവരുമായി നല്ല സ്നേഹത്തിലും സൗഹൃദവുമാകുന്ന മിസ്റ്റർ മിസിസ് സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ എതിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയ്യോ, 2 വ്യത്യസ്തമായ വിശ്വാസ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ വിശ്വാസം ഒന്ന് തന്നെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്നതുപോലെ ആത്മാവ് ഒന്ന് തന്നെ, ദാനങ്ങൾ വൈവിധ്യമുണ്ടാകാം, എന്നാൽ ആത്മാവ് ഒന്ന് തന്നെ. 2 വിശ്വാസ ആചാരങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോഴേ ഇവിടെ വിശ്വാസ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങളുടെ ഐക്യത്തിലാണ് ഇവിടെ ഈ ഭവനം ഉയർത്തപ്പെടുന്നത്. സോ ബുദ്ധിമുട്ടേണ്ട, ഞാൻ തീർക്കുകയാണ്. സോ എവരി you are so handsome, so and you are so beautiful. So നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, അത് മാത്രം ഞാൻ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിതം. അതായത് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് ഈ സ്പേസ്. സൂര്യകാന്തി മുമ്പിൽ സൂര്യൻ്റെ വെട്ടം കിട്ടിയെങ്കിൽ മാത്രമേ വിടരാൻ സാധിക്കുള്ളൂ. പരസ്പരം സൂര്യനും ആകുമ്പോൾ വിടർന്ന് വളരെ എല്ലാവർക്കും സൗഹൃദമായ കാഴ്ചയും ജീവിതമാകും. തോബിയാസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സാറ തൻ്റെ മകളെ വിവാഹം കഴിച്ച് നടത്തും. പറഞ്ഞേക്കുമ്പോൾ സാറ മകളോട് പറയുന്ന ഒരു വാചകമുണ്ട്, മകളെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കണം, നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കണം. പ്രിയ എബിൻ, പ്രിയ ആൻമേ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും വീട്ടിലോട് ഒറ്റ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് നല്ലത് കേൾക്കണം. എന്നും നല്ലവനായ ദൈവം നിങ്ങളെ സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന എബിനി ആത്മീയ അനുഗ്രഹം വഹിക്കണമേ. ഇനി 2 ഒന്നാണ് എന്ന മഹാരഹസ്യം കാത്തുപറയുവാണ്. ആ രഹസ്യത്തിൽ സൂക്ഷിക്കുവാനായി പരിഗണനകളായി ജീവിക്കുവാനും എബിനെ ആത്മീയ അനുഗ്രഹിക്കണമേ. എബിനെയും ആത്മീയരെയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയവും ശാരീരികമായ മോചിപ്പിച്ച് പരസ്പരത്തോടും സ്നേഹത്തോടുകൂടി എന്നും സന്തോഷത്തിൽ പടരുന്നാൽ ഇവർ നൽകുന്ന വാഗ്ദാനത്തെ അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കാനായ കല്യാണം ഉണ്ടായിരുന്നതുപോലെ അങ്ങ് ഞങ്ങൾക്ക് നൽകും ആദ്യയും ആത്മീയ സന്തോഷവും ജീവിതം നയിക്കുവാൻ, ദൈവത്തിനും ദൈവജനത്തിനും പ്രിയകരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നും ജീവിച്ചു വാഴുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കുകയാണ്. അങ്ങയിൽ
പരമായി ഈശോ അനുഗ്രഹിതനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി വിശുദ്ധ യോസേപ്പേ, വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ, കാവൽമാലാഖമാരെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആന്മയുടെ പാരമ്പര്യത്തിൽ മാത്രമേ പാലിച്ചു. എല്ലാവരും നമുക്ക് എഴുതിയ പാരമ്പര്യം സൂക്ഷിക്കാം. പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Okay, God bless you. Thank you, Asha. Thank you so much. Okay, അപ്പോൾ നമ്മളിവിടെ ചടങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ മെസ്സേജ്, അനുഗ്രഹീതമായിട്ടുള്ള മെസ്സേജാണ് അച്ഛൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് ചേർന്നതിൻ്റെ ഉദ്ദേശം അത് നമ്മളെ അറിയിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമ്മളെ മനോഹരമായ ആഗ്രഹം നടത്തിയ ബ്രാൻഡ് നമ്മുടെ ആശംസ രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ജോണാശൻ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായി ഈ ഒരു നല്ല സ്പീച്ച് നടത്തിയ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിനിധികളാണ്. ദൈവനാമത്തിന് മഹത്വമായിരിക്കെ എത്രയും സ്നേഹം തന്ന ദൈവിക ശേഷകരെ ആൺമേടിയും എരുമേടിയും മാതാപിതാക്കളുടെ ദർശനം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീപോൾ. ഞാൻ ആൺമേയുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ആലപ്പുഴ ജില്ലയിൽ വാഴകൾ ദൈവജ മാതാപിതാക്കളെയും ഇടപാടുന്നു. ആൻമേൽ ശ്രീ സെബാസ്റ്റ്യനെയും ശ്രീ സെബാസ്റ്റ്യനെയും മകൾ ആൻമേയ ജോസിനെയും ആൻമേൽ ജോസിനെയും കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി പഞ്ചായത്തിൽ 4 തലങ്ങളിൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ കൂടി വരുന്ന കാലായി വീട്ടിൽ ബേബിയുടെയും ശ്രീ ബേബി ജോർജിന്റെയും ശ്രീമതി സൂസി ബേബിയുടെയും മകൻ എബിൻ കെ ബേബിയുടെയും തമ്മിലുള്ള വിവാഹം സംബന്ധമായ തീരുമാനങ്ങൾ ഇരു ഭവനങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളേവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ടും സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുറികൾ പരസ്പരം കൈമാറുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ബ്രഹ്മന്റെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹം ഞാൻ വളരെ ശ്രേഷ്ഠൻ ഇതിൻ്റെയും അനുമതിയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് നാം സ്വാഗതം സന്തോഷം അറിയിക്കുന്നു. എത്രയും സ്നേഹം ഞാൻ വ്യക്തിത്വങ്ങളും ഇതിൻ്റെയും അനുമതിയുടെയും മാതാപിതാക്കളുടെയും ക്ഷണം സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് വിജയ് സേവ. ഞാൻ എലിവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മമ്മിയുടെ മകനാണ് ഞാൻ വിജയ് സേവ. ദൈവമായ കോട്ടയം ജില്ലയിൽ വാഗ്ദാനം പഞ്ചായത്തിൽ കാലായിൽ ബേബി ജോർജിൻ്റെയും സുസമ വർഗീസിൻ്റെയും മകൻ എബിൻ കെ ബേബി. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ആനന്ദിപ്പറമ്പിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ്റെയും ഷൈനയുടെയും മകൾ ആൻമേരിയ ജോത്സ്യയും തമ്മിലുള്ള വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. ദൈവഹിതമായ 2026 ഫെബ്രുവരി മാസം 2-ാം തീയതി തിങ്കളാഴ്ച നാലുനാക്കൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് 11:30 വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനാപൂർവമായ സഹായ സംബന്ധിക്കണമെന്ന് ഈ കാര്യം ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട അച്ഛൻ
ഇവിടെ ആത്മീയരുടെ വിവാഹം 2026 ഫെബ്രുവരി 2 തിങ്കളാഴ്ച 11 മണിക്ക് പള്ളിയിൽ വെച്ച് നടത്തുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് കൈവരിച്ച് ഇവരെ ആദരിക്കും. ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. പരസ്പരം രണ്ടുപേരും ചേർന്ന് മോതിരം കൈമാറുകയാണ്. തിരിച്ച് ഭവനത്തിൽ മോതിരം നൽകി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹിതർ ആർക്കിട്ട് ഉറപ്പിച്ചു വീണ്ടും സ്ഥാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മോതിരം മാറുമ്പോൾ എവിടെ ആത്മീയരുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഉപജീവിച്ച് സ്നേഹിതർ അറക്കിട്ട് ഉറപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാക്ഷ്യം വഹിച്ചതിന് എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുന്നു. മോതിരം കൈമാറ്റം വാഗ്ദാനത്തിനിടയാണ്. വാഗ്ദാനം ദൈവം സഹായത്താൽ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരസ്പരം വാഗ്ദാനത്തിൻ്റെ കുറികൾ നൽകുവാനായിട്ട് ബന്ധപ്പെട്ടത് ക്ഷണിക്കുന്നു. ഇവർ പരസ്പര വിവാഹത്തിലാകുന്നതിൽ ആർക്കും തടസ്സമില്ല, സന്തോഷമേയുള്ളൂ. കുടുംബങ്ങൾ തമ്മിൽ യോജിക്കാൻ തയ്യാറാണ്. എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടിയുള്ള ഒരു വാഗ്ദാനമാണ് എന്നതിൻ്റെ അടയാളമായി കുറി കൈമാറട്ടെ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ സമ്മതമാണോ? കുറി കൈമാറട്ടെ. പരസ്പരം കുറെ കൈമാറിയിരിക്കുകയാണ്. ഒരു സ്നേഹാലികളെ അപ്പോൾ ഈ ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും ജീവിതം തുടങ്ങാൻ പോകുന്നത്. രണ്ട് കുടുംബങ്ങൾ കൂടി ഒത്തുചേരുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഉദാഹരണത്തിലേക്ക് ഇവരെ ഒരു നിമിഷം വരെ നല്ലൊരു മീറ്റിംഗാണ്. ഒത്തിരി ആശംസകൾ നേരുന്നു. പക്ഷേ നമുക്ക് നേരെ ലാംഗ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് പോകാം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിന്നുള്ള പാട്ടൊക്കെ പാടി നല്ലൊരു മെസ്സേജ് കൊടുത്തു. ചടങ്ങിനെ അറിവ് വഹിച്ചു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ലാംഗ് ലൈറ്റിംഗ് സെറമണിയുടെ ഭാഗമാകാം. ആദ്യത്തെ തിരുത്തലെത്തിയ ഒരു ബ്രൈഡൽ ചേർന്നിട്ടാണ്, പിന്നീട് റോയൽ ഫാമിലി, പിന്നീട് ബ്രൈഡൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നേക്കോ. ഇവിടെ തെളിയുന്ന ഈ തിരുനാളിനെ ജീവിതത്തിൽ അങ്ങോട്ട് ഒത്തിരി അനുഗ്രഹീതമായിട്ടുള്ള വിഷയങ്ങൾ ആശംസിക്കുകയും
ചെയ്തുകൊണ്ട് നേരെ നമ്മൾ ലാം ലൈറ്റിംഗ് സെറമണിയിലേക്ക് പോകുന്നു. ജീവിതത്തിലെ എബിനും ആൻമേയും ആദ്യമായിട്ട് ഒന്ന് ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവാനുഗ്രഹത്താൽ ഈ പ്രവൃത്തി എന്നും പൂർത്തീകരിക്കാൻ ആശംസിച്ചുകൊണ്ട് രക്ഷിക്കുന്നു. ഓക്കെ. Looked my way. I called your name. You looked my way. You looked my way. I called your name. What can separate? What can separate? Life will rise, death will die. Your love is mine.
ഈ ഒരു സമയം എങ്കിൽ ഞങ്ങളുടെ മുഷിനെ വന്ന് പ്രപ്പോസ് ചെയ്യണം. അവർ നമ്മൾ അവർക്ക് വെയിറ്റ് ചെയ്യും. നീ നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? എന്തായാലും ഒന്നും അറിയാത്ത പോലെ ഇപ്പോൾ സെറ്റ് അടിച്ചിരുന്നേ കല്യാണം ഞാൻ തരാം. ഫ്രീ ആക്കാം. ഓക്കെ അല്ലേ? ആ need you and you need me. Left alone, we will never be who we could be. So take my hand and don't forget that we can do anything together. ബാക്കോട്ടാക്കാൻ മാക്സിമം ഓർമ്മയുണ്ടല്ലോ. എന്നടി സത്യരമേ, എന്നടി സത്യരമേ, അത് ലാസ്റ്റാ വേണം. എടി എടാ, എന്നടി സത്യരമേ എങ്കലി ഭദ്രമേ, പിന്നെ വട്ടം കറങ്ങുന്നു. എന്നടി സത്യത പിന്നെ ഇത് വന്ന ഉടനെ ഇങ്ങനെ നിൽക്കണം കേട്ടാ, എന്നിട്ട് കൈ ഉയർത്തി.
എടുത്ത്. നെഞ്ചിടിക്കുന്നു. ആദ്യത്തെ പാട്ടിന് ഞാൻ പോകും കേട്ടോ, നീ വരണ്ട. പിന്നെ നിന്റെ പാട്ടാകുമ്പോ കേറിയാ മതി കേട്ടോ. ഞാൻ അതിന് മുന്നേ ഞാൻ കേറുന്നുണ്ട് ഒരു പാട്ടിന്. കൂളർ നീക്കി വെക്കാൻ പറയണം അവരോട്. വേണ്ട വേണ്ട വേണ്ട. കൂളർ 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 ഓഫാണോ? അല്ല ഇങ്ങോട്ട് ഓഫാ ഇങ്ങോട്ട് നീക്കി വെക്കാം. കുഴപ്പമില്ല. ആദ്യം അടുത്തതാട്ടോ, അപ്പൊ ഞാൻ പോകും. ഇവിടെ നീ കേറണം കേട്ടോ. കേറാം. അയ്യോ ഇപ്പൊ പോണം, ഇപ്പോഴാണെന്ന് തോന്നുന്നു.
വാ മറ്റേ പാട്ട്. ഭക്തിയുടെ കഴിക്കുന്ന പാത്രവും പാടി ചെയ്യാൻ എന്നെപ്പോഴും സാധാരണക്കാർ പാടാൻ നേരത്തെ പറ്റുന്ന പാടാനുമായി
just one